നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർ ശുദ്ധഗതിക്കാരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത്. മനഃശക്തി വളരെ കൂടുതലാണ് ഇവർക്ക്. നല്ല ആരോഗ്യവാന്മാരും ചൈതന്യമുള്ള മുഖഭാവമുള്ളവരാണ് ഇവർ. ആരെയും വഞ്ചിക്കുവാനോ ബുദ്ധിമുട്ടിക്കാനോ ഇവർ തുനിയാറില്ല. ഇവരുടെ പല്ലുകൾക്ക് ഒരു തരം പ്രത്യേകതയുണ്ട്. അല്പം അകന്നതോ ഉന്തി നിൽക്കുന്നതോ നിറവ്യത്യാസമുള്ളതോ ആയ പല്ലുകളാണ് ഇവർക്കുണ്ടാവുക. കൂടെയുള്ള പനി, ശ്വാസകോശ രോഗം, ഉദരരോഗം എന്നിവയാണ് ഇവരെ ഉപദ്രവിക്കുന്ന അസുഖങ്ങൾ. ഇവർക്ക് ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്തവരാണ് ഇവർ കുറച്ച് മുൻകോപം കൂടുതലാണ്. കൂടാതെ നിർബന്ധ ബുദ്ധി വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക്. ഇവരുടെ പുരോഗതിയെ പലപ്പോഴും തടഞ്ഞു വയ്ക്കുന്നത് ഈ നിർബന്ധ ബുദ്ധിയാണ്. സ്വന്തം ഹിതമനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുക. ക്ഷോഭം വന്നാൽ പരിസരബോധമില്ലാതെ ഇവർ പെരുമാറുന്നതാണ്. ഇവർക്ക് ബന്ധുക്കളെ കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകാറില്ല. സ്വജനങ്ങളെ കൊണ്ടും ഇവർക്ക് ഗുണമുണ്ടാകാറില്ല. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാതൃസൗഭാഗ്യം തീരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ചിലപ്പോൾ അവർ ശത്രുക്കളായി മാറാറുണ്ട്. ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട്. സ്വദേശത്തെയും സ്വകുടുംബത്തെയും വിട്ട് താമസിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇവർക്ക് സ്വന്തം പരിശ്രമം കൊണ്ടാണ് വിജയിക്കാൻ കഴിയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അസാമാന്യമായ കഴിവും ബുദ്ധിശക്തിയും ഉള്ളവരാണ് ഇവർ. വിവാഹ ജീവിതം തൃപ്തികരമായിട്ടാണ് കാണപ്പെടുന്നത്. മനസ്സിന് ചേർന്നതും ഭരണ സാമർഥ്യമുള്ളതും സാധു സ്വഭാവമുള്ളതുമായ സ്ത്രീകളെയാണ് ഇവർക്ക് ഭാര്യമാരായി കിട്ടുന്നത്. 50 വയസ്സുവരെ വലിയ പുരോഗതിയൊന്നും ഉണ്ടാകാറില്ല. 18നും 26 വയസ്സിനും മധ്യേ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. 27 വയസ്സിന് ശേഷം പുരോഗതി ഉണ്ടാവാൻ തുടങ്ങും. 50 വയസ്സിന് ശേഷം സ്വസ്ഥമായ ഒരു ജീവിതമായിരിക്കും ഇവർക്കുണ്ടാവുക. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. ഈ സ്ത്രീകൾ പല ദുരനുഭവങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗഭാഗ്യം വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ദാമ്പത്യ ജീവിതം പലപ്പോഴും പരാജയപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഏതെങ്കിലും വിധത്തിൽ തിക്തങ്ങളായ ജീവിത അനുഭവങ്ങളാണ് ഇവരിൽ കൂടുതലായും കാണപ്പെടുന്നത്. ദാരിദ്ര്യവും നിസ്സഹായതയും നിമിത്തം പരാശ്രയ ജീവിതം അനുഭവിക്കേണ്ടതായിട്ടും വരാറുണ്ട്. ആരോഗ്യക്കുറവാണ് ഇവർക്ക് കാണപ്പെടുന്നത്. ആരോഗ്യകാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കാറില്ല. ഗർഭാശയ സംബന്ധമായ രോഗം ഏറെക്കുറെ ഇവരിൽ പ്രകടമാകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ വിവാഹ ജീവിതം മിക്കപ്പോഴും പരാജയമാണ് കാണപ്പെടുന്നത്. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. പൂരാടം, തിരുവോണം, ചതയം, മകയിരം. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൃക്കേട്ട, രേവതി, അശ്വതി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം, പൂജാതി കാര്യങ്ങൾ എന്നിവ നടത്തുന്നത് വളരെ ഉചിതമാണ്. ബുധനെ പ്രീതിപ്പെടുത്തുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക എന്നിവ വളരെ ഫലപ്രദമായി കാണുന്നു. തൃക്കേട്ടയും ബുധനും ചേരുന്ന ദിവസം ശാന്തി കർമ്മങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉചിതമാണ്. രാശ്യാധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ ശുഭകരമാണ്. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് ഉത്തമമാണ്. പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായി കാണുന്നു. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കേഴ, വൃക്ഷം വെട്ടി, അസുരഗണമാണ്. പുരുഷയോനി, പക്ഷി, കോഴി, ഭൂതം, വായു. രാശ്യാധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ഒരു ചൊവ്വയുടെ മന്ത്രം ജപിക്കാവുന്നതാണ്. ധരണീഗർഭ സംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരൻ ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഈ മന്ത്രം തൃക്കേട്ട നക്ഷത്രക്കാർ ദിവസവും 2 തവണ ചൊല്ലുന്നത് വളരെ ഉചിതമായി കാണുന്നു. അടുത്ത ദിവസം മൂല നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാൻ. ശുഭം.